വെൽക്കം ബാക്ക് ടു പ്ലസ് ടു ഫിസിക്സ്. എ സി സർക്യൂട്ട്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു റെസിസ്റ്റർ മാത്രമുള്ള എ സി സർക്യൂട്ടിനെ കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് ആൻ ഇൻഡക്ടർ ഓൺലി, ഇൻഡക്ടർ മാത്രമുള്ള ഒരു എ സി സർക്യൂട്ട്. ഇവിടെ നമ്മൾ ഒരു ഇൻഡക്ടർ എടുത്തിരിക്കുന്നു. അതിൻ്റെ ഇൻഡക്റ്റൻസ് എൽ ആണ്. ഫിഗറിലേക്ക് നോക്കുക. ഒരു ഇൻഡക്ടർ, അതിൻ്റെ ഇൻഡക്റ്റൻസ് എൽ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. ഇതിനെ നമ്മൾ ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് സോഴ്സിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ആൾട്ടർനേറ്റിംഗ് ഇ എം എഫ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് സോഴ്സ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിലൊരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ ഐ. ഞാൻ ഫിഗറിൽ അത് മാർക്ക് ചെയ്തിട്ടില്ല. ക്യാപിറ്റൽ ഐ എന്ന് പറയുന്ന ഒരു കറണ്ട് ഈ ഡയറക്ഷനിൽ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. We have instantaneous EMF E is equal to E0 sin omega t. E is equal to E0 sin omega t. Instantaneous EMF നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ we know that induced EMF developed in an inductor carrying a current I. I എന്ന് പറയുന്ന ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു ഇൻഡക്ടറിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF E is equal to L into di by dt. ഇതെല്ലാം കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഇൻസ്റ്റന്റേനിയസ് EMF E is equal to E0 sin omega t ആണ്. അതുപോലെ ഇൻഡ്യൂസ്ഡ് EMF in an inductor E is equal to L into di by dt ആണ്. ഈ തന്നിരിക്കുന്ന രണ്ട് ഇക്വേഷൻസ് നമുക്കൊന്ന് നോക്കാം. ഇൻഡ്യൂസ്ഡ് EMFന്റെ രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. E is equal to E0 sin omega t and E is equal to L into di by dt. Equating the right hand side of these two equations we get L into di by dt is equal to E0 sin omega t. രണ്ടിൻ്റെ റൈറ്റ് സൈഡ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുവാണ്. L into di by dt is equal to E0 sin omega t. ഇനി dt എന്ന് പറയുന്ന ഈ ടേമിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റുന്നു. dt എന്ന ടേം റൈറ്റ് സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ എന്ത് കിട്ടും? L into di is equal to E0 sin omega t dt എന്ന് നമുക്ക് ലഭിക്കും. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഡി ഐ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് എൽ എന്ന് പറയുന്ന ടേമിനെ കൂടെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റുവാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി ഐ ഇസ് ഈക്വൽ ടു E0 ഡിവൈഡ് ബൈ എൽ ഇൻറ്റു സൈൻ ഒമേഗ ടി ഡി ടി. അപ്പം ഇതുവരെയുള്ള കാര്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. ഇൻസ്റ്റന്റേനിയസ് EMFന്റെ ഇക്വേഷൻ E is equal to E0 sin omega t എന്ന് കിട്ടും. അതുപോലെ ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ സർക്യൂട്ട് E is equal to L into di by dt. ഇനി രണ്ടിൻ്റെയും റൈറ്റ് സൈഡ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് നമുക്ക് എൽ എന്ന് പറയുന്ന ടേമിനെയും ഡി ടി എന്ന് പറയുന്ന ടേമിനെയും നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി ഐ ഇസ് ഈക്വൽ ടു E0 ഡിവൈഡ് ബൈ എൽ ഇൻറ്റു സൈൻ ഒമേഗ ടി ഡി ടി എന്ന് നമുക്ക് ലഭിക്കും. ഇവിടെ ഡി ഐ എന്നത് ഡി ടി എന്ന സ്മോൾ ഇന്റർവലിൽ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. അപ്പം ഒരു സ്മോൾ ഇന്റർവൽ ഡി ടി എന്ന് പറയുന്ന സ്മോൾ ടൈം ഇന്റർവലിൽ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ഡി ഐ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ടോട്ടൽ കറണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. ടോട്ടൽ കറണ്ട്, ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ കറണ്ട് ഐ ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഐ എന്ന് പറയുന്ന കറണ്ട് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഡി ഐ എന്ന് പറയുന്ന ഈ ഇക്വേഷനെ നമ്മളൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതിയാവും. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഐ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ഡി ഐ. ഡി ഐ എന്ന് പറയുന്ന ഇക്വേഷനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഇന്റഗ്രൽ ഓഫ് E0 ഡിവൈഡ് ബൈ എൽ റൈറ്റ് സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഓഫ് E0 ഡിവൈഡ് ബൈ എൽ, പിന്നെ സൈൻ ഒമേഗ ടി ഡി ടി, സൈൻ ഒമേഗ ടി ഡി ടി. ഇവിടെ E0 എന്ന് പറയുന്നത് പീക്ക് വാല്യൂ ഓഫ് EMF ആണെന്ന് നമുക്കറിയാം. E0 എന്ന് പറയുന്നത് പീക്ക് വാല്യൂ ഓഫ് EMF ആണ്. L എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഇൻഡക്ടറിന്റെ ഇൻഡക്റ്റൻസ് ആണ്. ഇത് രണ്ടും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഈ കോൺസ്റ്റന്റ് ടേമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ ഔട്ട് സൈഡ് E0 ഡിവൈഡ് ബൈ എൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഇവിടെ വേരിയബിൾ എന്ന് പറയുന്നത് ഒമേഗ ടി ആണ്. ഒമേഗ ടി ആണ് വേരിയബിൾ. നമുക്കറിയാം ഒമേഗ ടി എന്ന് പറയുന്ന ഫേസ് ആംഗിൾ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ വേരിയബിൾ എന്ന് പറയുന്നത് ഒമേഗ ടി ആണ്. ടൈമിനനുസരിച്ച് ചേഞ്ച് സംഭവിക്കുന്നത് ഒമേഗ ടിക്ക് മാത്രമാണ്. അതുകൊണ്ട് ഇവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത് ഒമേഗ ടി ആണ്. അപ്പോൾ ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടേം E0 ബൈ എൽ എന്നുള്ളതിനെ നമ്മൾ ഔട്ട് സൈഡിലേക്ക് ഇന്റഗ്രലിന് ഔട്ട് സൈഡിലേക്ക് എടുക്കുന്നു. E0 ഡിവൈഡ് ബൈ എൽ ഇൻറ്റു നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് സൈൻ ഒമേഗ ടി എ ആണ്. ടൈം കൊണ്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈൻ ഒമേഗ ടി, സൈൻ ഒമേഗ ടി എന്നുള്ളതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് കോസ് ഒമേഗ ടി, മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ എന്നാണ് കിട്ടുന്നത്. സൈൻ ഒമേഗ ടിയെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ എന്നാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഐ ഈസ് ഈക്വൽ ടു E0 ഡിവൈഡ് ബൈ എൽ ഉണ്ടായിരുന്നു.
പിന്നെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഡിവൈഡ് ബൈ ഉള്ള ഒരു ഒമേഗ ഉണ്ട് ഇൻറ്റു ബ്രാക്കറ്റ് നമുക്ക് മൈനസ് ഓഫ് കോസ് ഒമേഗ ടി എന്ന് എഴുതാം. ഇതുവരെയുള്ള സ്റ്റെപ്പുകൾ ഇവിടെ ഇന്റഗ്രേഷന്റെ സ്റ്റെപ്പ് മാത്രമാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനുള്ളത്. നിങ്ങൾ മാത്തമാറ്റിക്സിന്റെ അത് പഠിക്കുന്നുണ്ട്. സൈൻ ഒമേഗ ടി എന്ന് പറയുന്നതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡ് ബൈ ഒമേഗ എന്നാണ്. ഇനി മാത്തമാറ്റിക്സ് പഠിക്കുന്നില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർ ഈ സ്റ്റെപ്പുകളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതിയാവും. എങ്ങനെയാണ് കിട്ടുക എന്ന് വേണ്ട, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ സ്റ്റെപ്പിലേക്ക് പോകാം. സൈൻ ഒമേഗ ടിയെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡ് ബൈ ഒമേഗ നമുക്ക് ലഭിക്കും. I is equal to E0 divided by omega L into minus cos omega t എന്ന് നമുക്കിപ്പോൾ ലഭിക്കും. ഇനി I is equal to I0 into മൈനസ് കോസ് ഒമേഗ ടി നമുക്ക് എഴുതാം. എന്തുകൊണ്ടാണ് ഈ E0 ഡിവൈഡ് ബൈ ഒമേഗ എൽ എന്ന് പറയുന്ന ടേം ഉണ്ടായിരുന്നു. ഇതിനെ നമുക്ക് പീക്ക് വാല്യൂ ഓഫ് കറണ്ട് എന്ന് എടുക്കാം. ഇത് പീക്ക് വാല്യൂ ഓഫ് EMF ആണ് നമ്മൾ പറഞ്ഞു E0 എന്ന് പറയുന്നത്. അപ്പോൾ E0 എന്ന് പറയുന്നത് എന്താണ്? E0 എന്ന് പറയുന്നത് പീക്ക് വാല്യൂ ഓഫ് EMF ആണ്. ഒമേഗ എൽ എന്ന് പറയുന്നത് ടേം ഒമേഗ എൽ എന്ന് പറയുന്ന ടേമിനെ നമുക്ക് ഇവിടുത്തെ ഇൻഡക്റ്റൻസ് ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ ഈ ഇൻഡക്റ്റൻസിന്റെ അല്ലെങ്കിൽ ഇൻഡക്ടറിന്റെ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഈ റെസിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഒരു ടേമാണ് ഈ ഒമേഗ എൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കാം വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് എന്നാണ് വരുന്നത്. അതിനെ നമുക്ക് കറണ്ട് എന്ന് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ E0 ഡിവൈഡ് ബൈ ഒമേഗ എൽ എന്നുള്ളതിന് പകരമായിട്ട് നമ്മളിവിടെ I0 അതായത് പീക്ക് വാല്യൂ ഓഫ് കറണ്ട് നമ്മൾ കൊടുക്കുകയാണ്. I is equal to I0 ഇൻറ്റു അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും മൈനസ് കോസ് ഒമേഗ ടി എന്ന് നമുക്ക് കിട്ടും. നമുക്കറിയാം ഇൻസ്റ്റന്റേനിയസ് കറണ്ട് I is equal to I0 സൈൻ ഒമേഗ ടി എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ഇൻസ്റ്റന്റേനിയസ് കറണ്ട് I is equal to I0 സൈൻ ഒമേഗ ടി എന്ന ഫോമിലായിരുന്നു. ഇവിടെ കോസ് ഒമേഗ ടിയുടെ ഫോമിലാണ് കറണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്നത് കോസ് ഒമേഗ ടി എന്ന് പറയുന്ന ഫോമിലാണ്. നമുക്കിതിനെ സൈൻ ഒമേഗ ടിയുടെ ടേംസിലേക്ക് മാറ്റണം. നമുക്ക് കിട്ടിയിരിക്കുന്ന നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് I is equal to I0 സൈൻ ഒമേഗ ടി എന്നാണ്. അപ്പൊ ആ ഫോമിലേക്ക് നമ്മൾ ഇതിനെ മാറ്റുവാണ്. മൈനസ് കോസ് ഒമേഗ ടി എന്നുള്ളതിനെ നമുക്ക് സൈൻ ആയിട്ട് മാറ്റണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് സൈൻ ഒമേഗ ടിയുടെ ടേംസിലേക്ക് ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് സൈൻ 90 മൈനസ് തീറ്റ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ട്രിഗ്നോമെട്രിക്കകത്ത് സൈൻ 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോസ് തീറ്റയാണ്. അപ്പോൾ കോസ് തീറ്റ എന്നുള്ളതിനെ നമുക്ക് സൈൻ 90 മൈനസ് തീറ്റ എന്ന് എഴുതാം. അപ്പം കോസ് തീറ്റ എന്നുള്ളതിനെ സൈൻ 90 മൈനസ് തീറ്റ എന്ന് എഴുതാം. അതുപോലെ തന്നെ ഇവിടെ തീറ്റ എന്നുള്ളതിന് പകരം നമ്മൾ എടുക്കുന്നത് തീറ്റ എന്ന് പറയുന്ന ആംഗിളിന് പകരം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഒമേഗ ടി ആണ്. തീറ്റയ്ക്ക് പകരം നമ്മളുടെ ഒമേഗ ടി ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ഓഫ് 90 മൈനസ് തീറ്റ എന്നുള്ളതിന് പകരം 90 മൈനസ് തീറ്റ എന്നുള്ളതിന് പകരം നമ്മൾ എന്താ എടുക്കുന്നത്? 90 മൈനസ് ഒമേഗ ടി എന്ന് നമുക്ക് ലഭിക്കും. ഇനി ഇവിടെ നമുക്ക് ഒരു മൈനസ് സൈൻ ഉണ്ട്. ഇവിടെ ഒരു മൈനസ് നമ്മൾ പറഞ്ഞിരിക്കുകയാണ് കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൈൻ 90 മൈനസ് തീറ്റ ആണ്. ഇവിടെ മൈനസ് കോസ് തീറ്റയാണ് വന്നിരിക്കുന്നത്. മൈനസ് കോസ് തീറ്റ വന്നിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ഓഫ് സൈൻ ഒമേഗ ടി. അപ്പം 90 മൈനസ് തീറ്റ എന്നുള്ളത് എന്തായിട്ട് മാറും? ഒമേഗ ടി മൈനസ് 90 എന്നുള്ളതിന് പകരമാണ് നമ്മളിവിടെ π/2 എന്ന് എടുത്തിരിക്കുന്നത്. π/2 എന്ന് എടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഈ സ്റ്റെപ്പുകൾ ഇതെല്ലാം മാത്തമാറ്റിക്സ് ആണ്. നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് പഠിക്കുന്നില്ലാത്ത ആൾക്കാർ കാണും. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ഡയറക്റ്റ് ആയിട്ട് പറയുവാണ്. മൈനസ് കോസ് ഒമേഗ ടി എന്നുള്ളതിനെ നമുക്ക് സൈൻ ഒമേഗ ടി മൈനസ് 90 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഒമേഗ ടി മൈനസ് 1/2 എന്ന് എഴുതാം. ഇത് ട്രിഗ്നോമെട്രിയിലെ റിലേഷൻസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സൈൻ 90 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ എന്ന് പറയുന്ന റിലേഷനെ എക്സ്പാൻഡ് ചെയ്ത് നമ്മളിവിടെ എഴുതുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും I is equal to ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്നത് I is equal to I0 സൈൻ ഒമേഗ ടി മൈനസ് 1/2 എന്നാണ് കിട്ടുന്നത്. I is equal to I0 സൈൻ ഒമേഗ ടി മൈനസ് π/2. π/2 എന്ന് പറഞ്ഞാൽ 90 ആണ്. Here the instantaneous values of EMF and current. ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് EMF-ന്റെയും കറണ്ടിന്റെയും ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നു. നമുക്കറിയാം EMF-ന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് എന്ന് പറയുന്നത് E is equal to E0 സൈൻ ഒമേഗ ടി ആണ്. കറണ്ടിന് നമുക്ക് കിട്ടിയിരിക്കുന്നത് I is equal to I0 സൈൻ ഒമേഗ ടി മൈനസ് π/2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഒമേഗ ടി മൈനസ് π/2. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ π/2 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് 90 ഡിഗ്രി ആണ് പറഞ്ഞത്. അപ്പോൾ ഇത് കറണ്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? lags behind the EMF by a phase of π/2. ഇവിടെ പറഞ്ഞിരിക്കുന്നത്
ഫേസ് ആംഗിൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇ എന്ന് പറയുന്നത് E0 സൈൻ ഒമേഗ ടി ആണ്. ഐ എന്ന് പറയുന്നത് I0 സൈൻ ഒമേഗ ടി മൈനസ് π/2 ആണ്. ഇതിന്റെ അകത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, EMFന്റെ വാല്യൂ ഒമേഗ ടി ആവുമ്പോൾ, EMFന്റെ വാല്യൂ ഒമേഗ ടി ആവുമ്പോൾ കറണ്ടിന്റെ വാല്യൂ ഒമേഗ ടി മൈനസ് π/2 ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, EMFനെക്കാളും കറണ്ട് 90 ഡിഗ്രി കുറവാണ്, 90 ഡിഗ്രി കുറവാണ്. അപ്പൊ ഇവിടെ ഒമേഗ ടി ആവുന്ന സമയത്ത് ഇവിടെ എന്താണ്, ഒമേഗ ടി മൈനസ് 90 ആണ് വന്നിരിക്കുന്നത്. EMF 90 ഡിഗ്രി ആകുമ്പോൾ കറണ്ട് എന്താണ്, 90, അതായത് EMFന്റെ വാല്യൂ ഒമേഗ ടി ആകുമ്പോൾ കറണ്ടിന്റെ വാല്യൂ ഒമേഗ ടി മൈനസ് 90 ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EMF എന്താണ്, EMFനെക്കാളും കറണ്ട് 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്, കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ EMF ബൈ എ ഫേസ് π/2. നമ്മൾ പറഞ്ഞു റെസിസ്റ്ററിന്റെ കേസിൽ രണ്ടും ഒരേ ഫേസിലായിരുന്നു, ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആയിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ EMF ബൈ എ ഫേസ് π/2, അതായത് 90 ഡിഗ്രിയിൽ ലാഗ് ചെയ്യുകയാണ് കറണ്ട് ചെയ്യുന്നത്. അപ്പൊ EMFനെക്കാളും കറണ്ട് 90 ഡിഗ്രി ലാഗ് ചെയ്യുകയാണ്. എങ്ങനെയാണ് ഇത് ലാഗ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. നോക്കാം, നമ്മൾ പറഞ്ഞു ഒമേഗ ടി എന്ന് പറയുന്നത് എക്സ് ആക്സിലാണ് എടുത്തിരിക്കുന്നത്, കറണ്ട് അല്ലെങ്കിൽ EMF, കറണ്ടും EMFും നമ്മൾ വൈ ആക്സിസിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും അതുപോലെ ഫേസർ ഡയഗ്രം. അപ്പോൾ നോക്കുക, ഇവിടെ ഈ ബോൾഡായിട്ട് കാണിച്ചിരിക്കുന്ന ലൈൻ EMFനെ സൂചിപ്പിക്കുന്നു, ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് കറണ്ടിനെ സൂചിപ്പിക്കുന്നു. ഇപ്പൊ നമുക്ക് ആദ്യമേ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു നമ്മുടെ ഇക്വേഷൻ അത് നമുക്ക് ഒമേഗ ടിയുടെ വാല്യൂ 0 ഡിഗ്രി ആകുന്ന സമയത്ത് ഇങ്ങോട്ട് നമ്മൾ എടുക്കുന്നത് ഒമേഗ ടി ആണ്, ഫേസ് ആംഗിൾ ആണെന്ന് പറഞ്ഞു, അതായത് തീറ്റ. നമുക്ക് 90 ഡിഗ്രി, ഇത് ഇവിടെ ആദ്യമേ 0 ആയിരിക്കുന്ന കേസ് ഒമേഗ ടിയുടെ വാല്യൂ 0 ആണ്. അതാണ് ഈ കാണിച്ചിരിക്കുന്ന ഒറിജിൻ എന്ന് പറയുന്നത്. ഒമേഗ ടിയുടെ വാല്യൂ 0 ആണ്. 0 ആകുന്ന സമയത്ത് EMFന്റെ വാല്യൂ എന്താണ്, E0 സൈൻ ഒമേഗ ടി എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. E0 സൈൻ ഒമേഗ ടി ആണ്. ഇവിടെ സൈനിന്റെ നമ്മൾ പറഞ്ഞു ഒമേഗ ടിയുടെ വാല്യൂ 0 ആണ്. അപ്പൊ E0 സൈൻ 0 എന്ന് വരും. E0 സൈൻ 0 എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ 0യുടെ വാല്യൂ 0 ആണ്, അതുകൊണ്ട് EMFന്റെ വാല്യൂ 0 ആണ്. സൈൻ 0യുടെ വാല്യൂ 0 ആണ്, അതുകൊണ്ട് EMFന്റെ വാല്യൂ 0 ആണ്. ഇനി ഇവിടെ കറണ്ടിന്റെ കേസ് നോക്കാം. ഒമേഗ ടി, അതായത് ഒമേഗ ടിയുടെ വാല്യൂ 0 ആകുന്ന സമയത്ത് കറണ്ടിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും, I0 സൈൻ ഒമേഗ ടി മൈനസ് 90 എന്നാണ് വന്നേക്കുന്നത്. I0 സൈൻ ഒമേഗ ടി മൈനസ് ഒമേഗ ടിയുടെ വാല്യൂ 0 ആണെന്ന് പറഞ്ഞു, അപ്പം മൈനസ് 90 എന്ന് വരും. സൈൻ മൈനസ് 90 എന്ന് വരും. സൈൻ മൈനസ് 90 എന്ന് പറഞ്ഞാൽ -1 ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടും, -1 ഇൻറ്റു I0 എന്ന് കിട്ടും. -1 ഇൻറ്റു I0 എന്ന് പറഞ്ഞാൽ എന്താണ്, -I0 ആണ്. ഇതാണ് -I0 എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ ഒമേഗ ടിയുടെ വാല്യൂ 0 ആകുന്ന സമയത്ത് EMF 0 ആണ്, എന്നാൽ കറണ്ട് എന്ന് പറയുന്നത് -I0 ആണ്. ഇനി 90 ഡിഗ്രി വരുന്ന കേസ് നമുക്ക് നോക്കാം. 90 ഡിഗ്രി വരുന്ന കേസിൽ അടുത്ത കേസാണ് നമ്മൾ പറയുന്നത്. 90 വരുന്ന കേസ് നോക്കി, EMFന്റെ വാല്യൂ, അതായത് സൈൻ 90 എന്ന് വരും. ഇവിടെ ഇക്വേഷൻ്റെ അകത്ത് ഒമേഗ ടിയുടെ വാല്യൂ 90 ആകുമ്പോൾ E0 സൈൻ 90, സൈൻ 90യുടെ വാല്യൂ 1 ആണ്, സൈൻ 90യുടെ വാല്യൂ 1 ആണ്. അതുകൊണ്ട് E0 എന്ന് കിട്ടും. E0. അപ്പൊ ഇവിടെ EMFന്റെ വാല്യൂ മാക്സിമം ആണ്, പീക്ക് വാല്യൂ കിട്ടി, E0 എന്ന് കിട്ടി. ആ സമയത്ത് കറണ്ടിന്റെ വാല്യൂ എത്രയാണ്, 0. എങ്ങനെയാണ് വരുന്നത്, ഇവിടെ 90 മൈനസ് π/2 എന്ന് പറഞ്ഞാൽ 90 മൈനസ് 90 എന്ന് വരും. എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, സൈൻ 0 എന്ന് കിട്ടും. സൈൻ 0യുടെ വാല്യൂ 0 ആണ്, അതുകൊണ്ട് ഐയുടെ വാല്യൂ 0 ആയിരിക്കും. ഇങ്ങനെ ഓരോ കേസിലും നമ്മൾ നോക്കുവാണ്. 180 ഡിഗ്രി വരുമ്പോൾ E0യുടെ വാല്യൂ എന്താകുന്നു, E0യുടെ വാല്യൂ, അതായത് 180 ഡിഗ്രി വരുമ്പോൾ E0 ഇൻറ്റു 0, 180യുടെ വാല്യൂ, സൈൻ 180യുടെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും, EMFന്റെ വാല്യൂ എന്ത് കിട്ടും, EMFന്റെ വാല്യൂ 0 കിട്ടും. EMFന്റെ വാല്യൂ ഇവിടെ 0 കിട്ടി. ആ സമയത്ത് കറണ്ടിന്റെ വാല്യൂ എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും, I0 ആയിരിക്കും. ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലും നമ്മളിവിടെ 90, നമ്മൾ ഒമേഗ ടിയുടെ വാല്യൂ 180 ആകുന്ന സമയത്ത് എങ്ങനെ വരും, ഇവിടെ 180 മൈനസ് 90 എന്ന് വരും. എന്ന് പറഞ്ഞാൽ 90 വരും. അപ്പൊ ഇങ്ങനെ ഓരോ കേസിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. അതായത് 270 വരുന്ന കേസിൽ E0യുടെ വാല്യൂ മൈനസ് E0 എന്ന് വരും. ഇവിടെ മാക്സിമത്തിൽ എത്തുന്നതാണ് -E0 എന്ന് പറയുന്ന വാല്യൂ വരുന്നു. ആ സമയത്ത് കറണ്ടിന്റെ വാല്യൂ 0 ആയിട്ട് വരുന്നു. ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലും നമ്മൾ 360 ഡിഗ്രി വരെ നമ്മൾ വെച്ച് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നോക്കുമ്പോൾ ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്,
EMF-നേക്കാളും കറണ്ട് 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നു. ഇവിടെ എല്ലാം നമുക്ക് ഇവിടെ അറിയാം. ഇവിടെ 90 എന്ന് വരുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. 90 മൈനസ് 90. ഇവിടെ അടുത്ത എന്ത് വരും? 180 വരുമ്പോഴെന്തായിരിക്കും? 180 മൈനസ് 90. അപ്പോൾ 90 എന്ന് കിട്ടും. എപ്പോഴും EMF-നേക്കാളും 90 ഡിഗ്രി കറണ്ട് ലാഗ് ചെയ്യുന്നു. ഈ കേസിൽ ഈ ഗ്രാഫിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്. കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ EMF ബൈ ആൻ ആംഗിൾ 90 ഡിഗ്രി. ഇനി ഇതിന്റെ ഫേസർ ഡയഗ്രാം. EMF നമ്മൾ അതുപോലെ തന്നെ ഒമേഗ ടി. ഇനി ഫേസ് ആംഗിൾ നമ്മൾ പറഞ്ഞു ഒമേഗ ടി. EMF എന്ന് പറയുന്നത് ഒമേഗ ടി ഫേസ് ആംഗിളിലായിരിക്കും. EMF എന്ന് പറയുന്നത് ഒമേഗ ടി ഫേസ് ആംഗിളിലായിരിക്കും. അപ്പോൾ EMF നമ്മൾ റെസിസ്റ്ററിൽ വരച്ച പോലെ തന്നെ EMF-ന് മാറ്റമൊന്നുമില്ല. ഒമേഗ ടി എന്ന് പറയുന്ന ആംഗിളിൽ തന്നെയാണ് EMF നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതിന്റെ മാക്സിമം വാല്യൂ ആണ് പീക്ക് വാല്യൂ E0 എന്ന് പറയുന്നത് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നു. ഇനി ഇവിടെ നോക്കാം. ഈ ഒമേഗ ടി എന്ന് പറയുന്ന ആംഗിളിനെക്കാട്ടും 90 ഡിഗ്രി താഴെ ആയിരിക്കും എന്തെന്ന് പറയുന്നത് കറണ്ടിന്റെ വാല്യൂ. എപ്പോഴും നമ്മൾ പറഞ്ഞു ഒമേഗ ടിയെക്കാട്ടും 90 ഡിഗ്രി കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒമേഗ ടി എന്ന് പറയുന്ന ആംഗിളിനെക്കാട്ടും 90 ഡിഗ്രി കുറവ്. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ E0 എന്ന് പറയുന്ന ഇതിനെക്കാട്ടും എത്രയായിരിക്കും? 90 ഡിഗ്രിയുടെ കുറവുണ്ടാവും. എന്ത്? I0 എന്ന് പറയുന്നത്. ഒമേഗ ടിയിൽ നിന്ന് 90 ഡിഗ്രി നെഗറ്റീവ് ആക്സിസിലാണ് I0 എന്ന് പറയുന്നത്. I0 എന്ന് പറയുന്നത് നോക്കുക. ഇവിടെ ഇതിന്റെ ഇതായിരുന്ന സമയത്ത് ഇവിടെ നോക്കാം. EMF-ന്റെ വാല്യൂ ഇവിടെ ആയിരിക്കുമ്പോൾ നെഗറ്റീവ് ആക്സിസിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നോക്കുക. ഒമേഗ ടി എന്ന് പറയുന്ന ആംഗിളിലാണ് EMF നിൽക്കുന്നത്. അപ്പോൾ എത്രയായിരിക്കും? ഫേസർ ഡയഗ്രാം ഇതിൻ്റെ അകത്ത് പറഞ്ഞു കഴിയുമ്പോൾ എത്രയായിരിക്കും? 90 ഡിഗ്രിയിൽ നെഗറ്റീവ് ആക്സിസിലായിരിക്കും I0യുടെ വാല്യൂ. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒരു ഇൻഡക്ടർ എങ്ങനെയാണ്, മാക്സിമം കറണ്ട് എന്താണ്, EMF എന്താണ്, അവയുടെ ഇക്വേഷൻസ് പറഞ്ഞു. അത് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു. കറണ്ട് EMF-നേക്കാളും 90 ഡിഗ്രി ലാഗ് ചെയ്യുമെന്ന് പറഞ്ഞു. അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും ഫേസർ ഡയഗ്രവുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും ഫേസർ ഡയഗ്രവും വരയ്ക്കാൻ പഠിക്കണം. ഇത് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുള്ളതാണ്. നമ്മളിന്ന് ഇൻഡക്ടർ മാത്രമുള്ള ഒരു സർക്യൂട്ടിലെ കറണ്ട് EMF-നെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ടോപ്പിക് നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ നമ്മൾ ആ ഫേസ് ആംഗിളൊക്കെ പറഞ്ഞ സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാൻ പ്രയാസമുള്ളത് കാണും. നിങ്ങളതൊന്ന് ആ തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ അകത്തേക്ക് ആംഗിൾ എഴുതിയതിന് ശേഷം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നേ ഉള്ളൂ. അതായത് സൈനിൻ്റെ വാല്യൂസ് sin 0, 90, 180, 270, 360 ഈ വാല്യൂസ് നമുക്ക് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് ക്ലിയർ ആവുകയുള്ളൂ. അപ്പോൾ അതൊന്ന് ബുക്കിലേക്കൊന്ന് എഴുതി നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ വ്യക്തമാകും. ഇനി ടോപ്പിക്ക് നന്നായിട്ടൊന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടി എഴുതി നോക്കിയതിന് ശേഷം വീഡിയോ ഒരിക്കൽ കൂടി കാണുക. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.